എനിക്കൊരു സെക്കൻഡോ തേർഡോ റാങ്ക് കിട്ടണമെന്നാണ് മോൾ എഴുതിയത്. അപ്പം ഞാനത് വായിച്ചപ്പോൾ ഞാൻ ചിരിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അമ്മേ മാതാവേ, ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത്. ഞങ്ങൾ ഒരു 2-3 മാസത്തിന് മുന്നേ IMSലെ നിത്യാരാധനയിൽ മോളൊരു ഓരോ പ്രാർത്ഥനാ കാര്യങ്ങൾ എഴുതി വെച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ മോള് ഹിന്ദി സ്കോളർഷിപ്പിന് വേണ്ടി റാങ്കിന് വേണ്ടി എഴുതി. അപ്പം എന്നോട് പറഞ്ഞു, അമ്മ എനിക്കൊരു സെക്കൻഡോ തേർഡോ റാങ്ക് കിട്ടണമെന്നാണ് മോൾ എഴുതിയത്. അപ്പം ഞാനത് വായിച്ചപ്പോൾ ഞാൻ ചിരിച്ചു. നമ്മൾ മാനസികമായിട്ട് നേരത്തെ സാധാരണ മോക്ക് 92, 93 ആ ഇതിലായിരുന്നു മാർക്ക് കിട്ടുന്നത്. അപ്പം ഞാനത് ചിരിച്ചു. ഞാൻ പറഞ്ഞു, റാങ്കൊക്കെ അയറിന് കിട്ടുമോ എന്ന് ചോദിച്ച് ഞാൻ ചിരിച്ചു കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നപ്പോഴേക്കും അയറിന് 3rd റാങ്ക് അമ്മ മാതാവ് നൽകി. 198% അയറിനെ അവിടുന്ന് കൊടുത്ത്. അയറിന് അത് കേട്ട ഉടനെ എനിക്ക് മാതാവ് എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണെന്ന് ഇങ്ങനെ അയറും പറഞ്ഞു. അത് ഞങ്ങൾക്ക് എനിക്കും ഒരു ഇതായിപ്പോയി. ഒരു നല്ലൊരു ഇതാണല്ലോ മാതാവ് കൊടുത്ത അനുഗ്രഹം. മോളുടെ ആ പ്രാർത്ഥന നിത്യാരാധന എഴുതി കഴിഞ്ഞപ്പോഴേക്കും അത് ഈ അമ്മ മാതാവ് സഹായിച്ചു കൊടുത്തു. അതുപോലെ തന്നെ എനിക്കൊരു പ്രാവശ്യം ഞാനിവിടെ തപസ് ധ്യാനത്തിന് വന്ന സമയത്ത് ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ആ സ്ഥലത്ത് വെച്ച് എനിക്ക് അവിടെ നിന്നൊരു കയ്യെ നിറച്ചു അരിമ്പാറ പോലെ എനിക്കൊരു പേഷ്യൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതായിരുന്നു. അപ്പം ഞാൻ ഇവിടെ തപസ് കൂടിയ സമയത്ത് സാക്ഷ്യങ്ങളെല്ലാവരും പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യെ നിറച്ചുകൊണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ അന്ന് ലാസ്റ്റ് ദിവസം 3ാമത്തെ ദിവസം ഞാൻ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ കഞ്ഞി കുടിച്ചു കഴിഞ്ഞ് എല്ലാവരും സാക്ഷ്യങ്ങളും പറഞ്ഞു. ഞാൻ വിശ്വസിക്കാൻ എനിക്ക് ആ സമയത്ത് പറ്റിയില്ല. എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. ഞാൻ വെറുതെ കഞ്ഞി കുടിച്ച് കയ്യിലോട്ട് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ഒറ്റ അരിമ്പാറയില്ലായിരുന്നു. അത് എനിക്കങ്ങ് ഭയങ്കര അത്ഭുതമായിപ്പോയി. എനിക്കങ്ങ് സത്യം അതുപോലെ ഞാനങ്ങ് ഞെട്ടിപ്പോയി. അപ്പോൾ എല്ലാവരും സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ആ സമയത്ത് എനിക്കത് പറയണം. അപ്പോൾ ആ അവസരം കഴിഞ്ഞു. അപ്പം ഞാൻ 2ാമത്തെ പ്രാവശ്യം വന്നു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു. അപ്പം ഞാനത് ഒന്നും കൂടെ നിങ്ങളോട് പറയും. അതുപോലെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഒത്തിരി അനുഗ്രഹം മാതാവ് തരുന്നുണ്ട്. അതിന് ഈശോയോട് നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. എനിക്ക് തന്ന റാങ്കിനെ ഓർത്ത്. സങ്കീർത്തനം 107:1. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. പൂർണ്ണമായ വിശ്വാസം കണ്ടോ? മകൾ പറഞ്ഞു, 1st, 2nd, 3rd റാങ്കുകളിൽ ഒന്ന് എനിക്ക് കിട്ടണമെന്നാണ് ആവശ്യമെന്ന് പറഞ്ഞപ്പോഴാ അമ്മ ഒന്ന് പതറി ചിരിച്ചുപോയി. പക്ഷേ കുട്ടിയുടെ വിശ്വാസം ഒന്ന് ഓർത്തു നോക്കിക്കേ. റിസൾട്ട് വന്നപ്പോഴാ 3rd റാങ്ക് തന്നെ ആ മിടുക്കി വാങ്ങിച്ചിരിക്കുന്നു. അമ്മയില പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധമ്മ തൻ്റെ പ്രിയപുത്രനോട് കാനായിലെ കല്യാണത്തിന് യാചിച്ചതുപോലെ അവിടെ ആദ്യത്തെ അത്ഭുതം നടത്തിയമ്മ. അതുപോലെ തന്നെ എൻ്റെയും നിങ്ങളുടെയും ഈ സമൂഹത്തിലുള്ള എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മ തൻ്റെ മകനോട് പറയും. ഉറപ്പാണ്, അത് കാര്യം സാധിച്ചു തന്നെ തരികയും ചെയ്യും. നമുക്ക് അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മ മാധ്യസ്ഥം തേടിത്തന്ന ഈ വലിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞു സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ